അതിനു മുൻപ് കൊൽക്കത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. കൽക്കത്തയിൽ നമ്മുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട്. കൽക്കത്തയിലും വലിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കൊൽക്കത്ത ബലാത്സംഗ കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. പക്ഷേ ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടി സർക്കാർ അവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് കൊൽക്കത്തയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് നടത്തുന്നത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമരങ്ങൾ പാടില്ല എന്നാണ് ഉത്തരവ്. തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് സഹപാഠിക്ക് നീതി കൊടുക്കാൻ വേണ്ടി ആ RG കെയർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികളും ഒപ്പം തന്നെ പൗരസമൂഹവും വലിയ പ്രതിഷേധത്തിലാകുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവ് വരുന്നത്. നമുക്ക് ആദിൽ പാലോടിനോട് കാര്യങ്ങൾ ചോദിക്കാം. ആദിൽ പാലോട്, ഇപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സർക്കാർ. പ്രതിഷേധം ഒരു പടി കൂടി കടന്ന് കൈവിട്ടുപോയി ആളിക്കത്തുന്ന വേളയിൽ അടിച്ചമർത്താനാണോ സർക്കാർ നീക്കം? ഉറപ്പായും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം വലിയ തോതിലുള്ള സമരം അത് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന RG കെയർ മെഡിക്കൽ കോളേജിന്റെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആൾക്കൂട്ടം, അത് പോലീസിന് പോലും നിയന്ത്രിക്കാനാകാത്ത ആൾക്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. റോഡ് തടഞ്ഞ് ഉപരോധ സമരങ്ങൾ നടത്തുന്ന ആളുകൾ, അത് വനിതകളടക്കം, വയോധികമാർ, ചെറിയ കുട്ടികളടക്കം നീതി വേണം, ഇവിടുത്തെ ഡോക്ടർക്ക്, വനിതാ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണം നടക്കണം, നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. ആ സമരങ്ങളെ നിയന്ത്രിക്കാനാണ്, അല്ലെങ്കിൽ മൂക്കുകയറിടാനാണ് ബംഗാൾ സർക്കാർ ശ്രമിക്കുന്നത്. കൊൽക്കത്ത അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവനുസരിച്ച് അടുത്ത 7 ദിവസം ഈ RG കെയർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല, സമരമോ ധർണയോ റാലികളോ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ്, നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. RG കെയർ മെഡിക്കൽ കോളേജിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. അതിന് മുന്നിലാണുള്ളത്. ഇപ്പോൾ ഇതിന് മുന്നിലെ RG കെയർ മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ സജീവമാവുക. അപ്പോഴേക്കാണ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ എത്തി സമരങ്ങൾക്ക് പിന്തുണയർപ്പിക്കാനായി എത്തുക. ഇനി എങ്ങനെയാകും സമരത്തിന്റെ പോക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പോലീസിന്റെ ഈ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യം. അതല്ല, അതിനും മേലെ സമരം നടത്തി കൈവിട്ട കളിയായി പശ്ചിമബംഗാളിലെ സ്ഥിതി, നിയമവാഴ്ച മാറുമോ എന്ന ചോദ്യവും ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് അറിയിക്കാനുള്ളത്. മറ്റൊന്ന് CBIയുടെ അന്വേഷണമാണ്. സന്ദീപ് ഘോഷ്, മുൻ പ്രിൻസിപ്പൽ, ഇപ്പോൾ CBIയുടെ ചോദ്യമുനയിലുള്ള സന്ദീപ് ഘോഷിനെ ഇന്നും CBI ചോദ്യം ചെയ്യും എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊഴികളിൽ, സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. സന്ദീപ് ഘോഷിനോട് CBI ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എപ്പോഴാണ് താങ്കൾ ഈ കൊലപാതകം അറിഞ്ഞത്, ആരെയാണ് വീട്ടുകാരെ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയതെന്നുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ സന്ദീപ് ഘോഷിനോട് CBI സംഘം ചോദിച്ചിരുന്നു. പക്ഷേ ആ കിട്ടിയ മൊഴികളും ഇവിടെയുള്ള മറ്റു സഹപാഠികൾ, മറ്റു ജീവനക്കാർ എന്നിവരോടുള്ള ചോദ്യങ്ങളിലും മൊഴിയിൽ അവ്യക്തതയുണ്ട്, വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് നിലവിലെ CBIയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാകും. ഒപ്പം ഇപ്പോൾ പിടിയിലുള്ള സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയെ ഒരു സൈക്കോ അനാലിസിസ് ടെസ്റ്റ് കൂടി നടത്താൻ പ്രത്യേക സംഘം കൊൽക്കത്തയിലേക്ക് എത്തുന്നുണ്ട്. കേസ് അന്വേഷണം ഈ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്നും സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്ത് ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് CBI നടത്തുന്നത്. 40 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി 20 പേരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി വരുന്നത്, തൃണമൂൽ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 30 പേരെയാണിപ്പോൾ ഇവിടെ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി അത്യാധുനികമായ വൈദ്യ ഉപകരണങ്ങൾ തകർത്ത കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 2 തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഉണ്ട് എന്നുള്ളത് ബംഗാൾ സർക്കാരിനെ, മമതാ സർക്കാരിനെ പരുങ്ങല്ലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇനി അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും. സമരം കൂടുതൽ ശക്തമായി തുടരുമോ, അതോ സമരത്തെ നിയന്ത്രിക്കാൻ ഈ നിരോധനാജ്ഞ കൊണ്ട് ബംഗാൾ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അരുൺ. താങ്ക് യു ആദിൽ പാലോട്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം കൊൽക്കത്തയിൽ തന്നെ തുടരുകയാണ്. RG കെയർ മെഡിക്കൽ കോളേജിലെ വളരെ അപ്രതീക്ഷിതമായ, നമ്മളെ ആശങ്കപ്പെടുത്തിയ RG കെയർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ഇപ്പോൾ സർക്കാർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എല്ലാ സമരങ്ങളും അടിച്ചൊതുക്കുമെന്നതാണ് സർക്കാരിന്റെ നയം എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം RG കെയർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികളും ഡോക്ടർമാരും പൊതുസമൂഹവും സമരത്തിലും പ്രതിഷേധത്തിലും ഇന്നും തുടരുമെന്നും
അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സന്ദീപ് ദാസ് നേരത്തെ ആ RGKR മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ വൈരുദ്ധ്യങ്ങൾ അടങ്ങിയ മൊഴികളാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. എന്തുകൊണ്ട് ഈ കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടും അത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു? എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിനിരയായ പെൺകുട്ടിക്ക് വേണ്ടത്ര വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാൻ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് സഞ്ജയ് റോയി പോലെയുള്ള ഒരു ക്രിമിനലിന് ഈ സ്ഥലത്തേക്ക് ഈസി ആക്സസ്, വളരെ എളുപ്പം കടന്നു വരാൻ കഴിയുന്ന രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് 7000-ഓളം വരുന്ന ഒരു ജനക്കൂട്ടം ഈ ആശുപത്രി അടിച്ചു തകർക്കാൻ വരുമ്പോൾ ആ വിവരം രഹസ്യ പോലീസ് അറിയാതെ പോയത്? ചോദ്യങ്ങൾ ഒരുപാടാണ്. മമതാ ബാനർജിക്ക് മറുപടി പറയേണ്ടി വരും, സർക്കാരിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഈ അക്രമകാരികളിൽ 2 പേർ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുമാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം തുടരുന്നു കൊൽക്കത്തയിൽ നിന്നും. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലെ ബെയിലി പാലത്തിലാണ്. ബെയിലി പാലത്തിൽ നമുക്കൊപ്പം